സംസ്ഥാനത്ത് മാർച്ച് 1 മുതൽ RC ബുക്കുകൾ ഡിജിറ്റൽ ആവുകയാണ്. ഇതുവഴി വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാനാകും. മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപടി. പൊതുജനം എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഗതാഗത കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു തരും. അശ്വിൻ ഡിയാഗോ സംസാരിക്കും. മാർച്ച് 1 മുതൽ സംസ്ഥാനത്ത് RC ബുക്കുകൾ ഡിജിറ്റലൈസ് ആവുകയാണ്. അപ്പോൾ പൊതുജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെയുണ്ട്. അപ്പോൾ എന്താണ് RC ഡിജിറ്റലൈസേഷൻ? നവംബർ 1 തൊട്ട് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഡിജിറ്റൽ ആക്കിയായിരുന്നു. അപ്പോൾ നവംബർ 1 തൊട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അലോട്ട് ആയവർ അവർ ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാം. സാരഥിയിലോട്ട് ചെന്ന് ഡൗൺലോഡ് ചെയ്യാമായിരുന്നു. സിമിലർലി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വെഹിക്കിൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടി RC കൂടി നമുക്ക് വാഹൻ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഡിജി ലോക്കറിലോട്ട് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പരിവാഹനിൽ നമുക്ക് വെർച്വലായിട്ട് RCയെ കാണാം. ആ നമ്പർ അടിച്ചാൽ മതി, നമ്മൾ RC കാണാൻ പറ്റും. ഇനി എവിടെ വേണമെങ്കിലും RC കാണിക്കാൻ ആവശ്യം വന്നാൽ ഈ ഡിജിറ്റൽ കോപ്പി കാണിച്ചാൽ മതിയാവും. ഡിജിറ്റലൈസേഷനിലേക്ക് കടക്കുമ്പോൾ ഈ പൊതുജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു വണ്ടിയുടെ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു പ്രധാന ഒരു ഐറ്റം എന്താണ്? നമ്മുടെ മൊബൈൽ നമ്പറാണ്. റീസെൻ്റ്ലി നമ്മൾ ആധാർ ലിങ്ക്ഡ് മൊബൈലിനെ നിങ്ങൾ വെഹിക്കിൾ RC ആയിട്ട് ലിങ്ക് ചെയ്യണമെന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആധാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണറിന് OTP കിട്ടി, ഓണർ ആ OTP ഷെയർ ചെയ്താലേ അത് RC റിലേറ്റഡ് ഏത് ട്രാൻസാക്ഷൻ ഒരു സിസ്റ്റമാറ്റിക് ആവും ആധാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ. നല്ലത് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ആശങ്കകൾ കൂടിയുണ്ട്. ആർക്കും ഇത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളില്ലേ? ആർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ RC ആപ്ലിക്കേഷൻ തരുമ്പോൾ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അഡ്രസ്സ്, ഫോൺ നമ്പർ തന്നിട്ടുണ്ടാവും. പുതിയ കാറാണെങ്കിൽ ആ ഫോൺ നമ്പറിലോട്ടാണ് OTP വരിക. ഒരു RC എന്ന് പറഞ്ഞാൽ കാർ വാങ്ങിക്കുമ്പോഴല്ലേ കിട്ടുന്നത്. കാർ ഓണറാണ് ഞാൻ. ആ ഓണർ ആപ്ലിക്കേഷനിൽ തന്നെ ഒരു ഫോൺ നമ്പർ മെൻഷൻ ചെയ്യും. ആ ഫോൺ നമ്പറിലേക്കായിരിക്കും എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? ആ മെൻഷൻ ചെയ്യുന്ന നമ്പർ നിങ്ങൾ ആധാർ ലിങ്ക്ഡ് നമ്പർ ആണെങ്കിൽ നല്ലതാണ്. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അതിൻ്റെ ഒരു ടാക്സേഷൻ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആ ചെക്കിംഗ് സമയത്ത് നമുക്ക് ഈ RC തന്നെ കാണിക്കണം. പ്രൈവറ്റ് വെഹിക്കിൾസ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. എല്ലാ സ്റ്റേറ്റ്സും ഇപ്പോൾ ഈ ഡിജിറ്റൽ റൂട്ടിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു സ്റ്റേറ്റ് ബോർഡർ ക്രോസ് ചെയ്യുന്നു എന്ന് വെച്ചോളൂ. ഇപ്പോൾ ഡിജി ലോക്കർ ആക്സെപ്റ്റ് ചെയ്യണം എന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം തന്നെ ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും. ഡിജി ലോക്കറിലുള്ള ഏത് ഡോക്യുമെൻ്റ് ആണെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഒത്തൻറ്റിക്കേഷൻ വേറെ ഒന്നുമില്ല. സെക്കൻഡ്ലി, ഇഫ് യു ആർ അഫ്രൈഡ് ദാറ്റ് സംബഡി വിൽ ആസ്ക് സംതിങ്, ജസ്റ്റ് ഹാവ് എ പ്രിന്റ് കാർഡ് ഇൻ യുവർ ഹാൻഡ്, ദാറ്റ് ഈസ് ഇനഫ്. QR കോഡ് ഉണ്ട്. ഇഫ് ദേ ഹാവ് എനി ഡൗട്ട് ദേ ക്യാൻ സ്കാൻ ദ QR കോഡ്. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ അശ്വിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.